ഫൈനലി യു.എസ് ഗവൺമെന്റ് പറഞ്ഞ ആ ഒരു സ്ത്രീകളുടെ സൗജന്യ യാത്ര ഇന്ന് മുതൽ നടപ്പിലാക്കുകയാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ഈ ഒരു കെ.എസ്.ആർ.ടി.സിയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടൊരു യാത്ര കൊടുത്തുകൊണ്ട് 6 മാസത്തിനുള്ളിൽ കെ.എസ്.ആർ.ടി.സി മൊത്തത്തിൽ ഡൗൺ ആവും, പൂട്ടിക്കെട്ടുമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാസ്റ്റർ പ്ലാനിങ് വർക്കാവാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വിചാരിച്ചത് ഈ ഒരു കെ.എസ്.ആർ.ടി.സി ഏകദേശം 6 മാസത്തിനുള്ളിൽ തന്നെ പൂട്ടിക്കെട്ടുമെന്നാണ്. പക്ഷെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കിടിലം പ്ലാനിങ് ഇതിൻ്റെ പുറമെ നടക്കുന്നുണ്ട്. ഈവൻ കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലുള്ള മിക്ക സംസ്ഥാനങ്ങളിലും ഈ ഒരു സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്രാ സൗകര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടേ ഉള്ളൂ നമ്മളെ കേരളം എന്ന് പറയുന്നത്. നമ്മുടെ തെലങ്കാന ആയിരുന്നാലും, ആന്ധ്രാപ്രദേശ് ആയിരുന്നാലും, കർണാടക ആയിരുന്നാലും, ഈ തമിഴ്നാട് ആയിരുന്നാലും ഈ ഒരു സെയിം റൂൾ വഴിയാണ് പോകുന്നത്. അതായത് ഈ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെയിം കോൺസെപ്റ്റ് വഴിയാണ് കേരളത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വി.ഡി. സതീശൻ ഒന്ന് ചിന്തിക്കുന്നത്. ഈ പ്ലാനിങ് എങ്ങനെ വർക്കൗട്ടാവും നമുക്ക് നോക്കാം. അദ്ദേഹം ഇന്നത്തെ ഉദ്ഘാടനത്തിന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പലരും ട്രോൾസ് ആയിട്ട് മേംസ് ആയിട്ട് എടുക്കുമെങ്കിലും അത് പറഞ്ഞൊരു കാര്യമാണ്. പുരുഷന്മാർക്ക് ഫ്രീ ആയിട്ട് യാത്രാ സൗകര്യം മുറയ്ക്കാൽ ആ ഒരു എമൗണ്ട്, ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് മുടക്കുന്ന എമൗണ്ട് ഒരിക്കലും വീട്ടിലെത്തില്ല. അതേസമയം സ്ത്രീകളാണെങ്കിൽ അവർ മാക്സിമം സേവ് ചെയ്യാനേ നോക്കുള്ളൂ. അറ്റ് ദി മന്ത് എൻഡ്, മാസം അവസാനം ആയിരുന്നാൽ പോലും അവരുടെ കയ്യിൽ ചെറിയൊരു എമൗണ്ടെങ്കിലും മിച്ചം പിടിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു എമൗണ്ട് വീണ്ടും സർക്കാർ ഖജനാവിലോട്ടാണ് വീണ്ടും വരാൻ വേണ്ടി പോകുന്നത്. വീണ്ടും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അല്ലേ, മൊത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സർക്കാരിൻ്റെ ഏകദേശ വരുമാനം എന്ന് പറയുന്നത് ടാക്സാണ്, കരമാണ്. അതേസമയം കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ച എൽ.ഡി.എഫ് സർക്കാർ നല്ല രീതിയിൽ ഓരോ കാര്യത്തിനും നല്ല രീതിയിൽ വിലക്കയറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സ്ത്രീകളുടെ കാര്യം ആയിക്കോട്ടെ, ഇവർക്ക് മാസത്തിൽ ഒരു ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റ് ദി എൻഡ് വീണ്ടും നമ്മുടെ സർക്കാരിലോട്ടാണ് വരുന്നത്. ഇത് പലതിനത്തിലായിക്കോട്ടെ, സർക്കാർ ഖജനാവിലോട്ടായിക്കോട്ടെ, ഈവൻ കരഭൂമി, അതേപോലെ തന്നെ ടാക്സ്, നികുതി, അങ്ങനെയുള്ള പലതരത്തിലുള്ള അവശ്യ സാധനങ്ങൾ ഈ സ്ത്രീകൾ വാങ്ങിക്കും തോറും അതിൽ ഒരു പങ്ക് വീണ്ടും നമ്മുടെ, അതായത് അവരുടെ യാത്രാ ചെലവിൻ്റെ ഏകദേശം പകുതി എമൗണ്ടെങ്കിലും നമ്മുടെ സർക്കാർ ഖജനാവിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെയിം പ്ലാനിങ് ആണ് നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള മിക്ക സംസ്ഥാനങ്ങളും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പാളിച്ച പറ്റിയ ഒരു സംസ്ഥാനം കർണാടകയാണ്. ഏകദേശം 1850 കോടി രൂപയാണ് അവിടുത്തെ പൊതുജന ട്രാൻസ്പോർട്ടിലോട്ട് അവർക്ക് ഇനിയും ഡെപ്റ്റായിട്ട് കിടക്കുന്നത്, കടമായിട്ട് കിടക്കുന്നത്. എന്നാൽ തമിഴ്നാടായിക്കോട്ടെ, തെലങ്കാന ആയിക്കോട്ടെ, ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ, അറ്റ് ദി എൻഡ് അവർ നല്ല രീതിയിലാണ് അതും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാനിങ്ങിലൂടെ. ഇവിടെയാണ് നമ്മുടെ വി.ഡി. സതീശൻ്റെ ഈ ഒരു സെയിം സ്ട്രാറ്റജി ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സെയിം മെത്തേഡിലൂടെ അദ്ദേഹം സ്ത്രീകളുടെ എക്സ്പെൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ അതേ എക്സ്പെൻസ് വഴിയാണ് വീണ്ടും ഖജനാവിലോട്ട് പൈസ വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ആക്ടിലേക്ക് ഒരു സർക്കിൾ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോൾ യാത്ര ചെയ്യാൻ മാറ്റി വയ്ക്കുന്ന ആ ഒരു എമൗണ്ട് മന്തിൽ അവർ മിച്ചം പിടിക്കുന്നു. ഈ ഒരു മന്തിൽ മിച്ചം പിടിക്കുന്ന ഒരു എമൗണ്ട്, നല്ലൊരു തുക വീണ്ടും സർക്കാർ ഖജനാവിലോട്ട് അവർ അവശ്യ സാധനങ്ങളായിട്ട് വാങ്ങിച്ച് കിട്ടുമ്പോൾ വീണ്ടും ടാക്സ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം ഫുൾ കോൺഫിഡൻസോടെ ഈ ഒരു പദ്ധതിയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പല വെല്ലുവിളികളും അദ്ദേഹം മനസ്സിൽ കാണുന്നുണ്ട്. അതായത് കേരളത്തിലെ ഏക ഡബിൾ ഡിഗ്രി ഉള്ള ഒരേ ഒരു മുഖ്യമന്ത്രി അദ്ദേഹമാണ്. അതിൻ്റെ നോളജും എഡ്യൂക്കേഷനും അദ്ദേഹം ഉറപ്പായിട്ടും ഇതിലൂടെയും കാണിക്കുന്നുണ്ട്. സോ അദ്ദേഹം കയ്യിലിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, കെ.എസ്.ആർ.ടി.സിയിൽ നഷ്ടം വരുന്ന, അതായത് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ, നഷ്ടം വരുന്ന 800 കോടി രൂപ അത് സർക്കാർ മൊത്തത്തിൽ അടച്ചടച്ച് കെ.എസ്.ആർ.ടി.സിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഒരു പ്ലാനിങ് വർക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യവും ഇനി വരാതെ ആയിട്ട് വരും. ഇങ്ങനെയാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് വേണ്ടി പോകുന്നതെങ്കിൽ ഇത് നല്ല രീതിയിൽ ഓടുക തന്നെ ചെയ്യും. ഇത് ജസ്റ്റ് ഓർഡിനറി ആണ്, ഓർഡിനറി എന്ന് ഉറപ്പായിട്ടും മാറാൻ ഒരു ചാൻസും ഇല്ല. ഓർഡിനറി തന്നെയായിരിക്കും ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഇറ്റ്സ് വെൽക്കം ടു തമിഴ്നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ല. പിങ്ക് ബസ് എന്നറിയപ്പെടുന്ന ഒരു ബസ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു കേരളത്തിൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. സോ ഇപ്പോൾ മനസ്സിലായോ കെ.എസ്.ആർ.ടി.സിയിൽ ഇങ്ങനത്തെ ഒരു ഫ്രീ ആയിട്ടുള്ള സൗജന്യ യാത്ര കൊടുത്തതിൻ്റെ യു.എസ് സർക്കാരിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ത്രില്ലിംഗ് വീഡിയോസ് കാണാൻ വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.